ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി. ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു വലിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ടെറിട്ടോറിയൽ ആർമിയിൽ ഇപ്പോൾ പെൺകുട്ടികൾക്കും അവസരം ലഭിക്കുന്നു എന്ന ബിഗ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ സെഷനിലേക്ക് പോകാം. വിമൻ ക്യാൻ നൗ ജോയിൻ ദ ടെറിട്ടോറിയൽ ആർമി. ടെറിട്ടോറിയൽ ആർമി അഥവാ ടിയർ റാലിയിൽ ഇപ്പോൾ പെൺകുട്ടികൾക്കും അവസരം ലഭിക്കുന്നു. നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് വന്നിരിക്കുന്നത് തൊഴിൽ വാർത്തയിലാണ്. തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ബിഗ് അപ്ഡേറ്റ് ആയിരുന്നു ടെറിട്ടോറിയൽ ആർമിയിൽ ഇനി വനിതാ സല്യൂട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യമായി ഈ ഒരു ന്യൂസിൽ എന്തായിരുന്നു വന്നിരുന്നത് നോക്കാം. ദ ഇന്ത്യൻ ആർമി ഈസ് നൗ allowing women to join the territorial army as soldiers, not just officers. അപ്പോൾ ഇന്ത്യൻ ആർമി ഇപ്പോൾ വനിതകളെയും ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജവാൻ പദവിയിലേക്ക്, അതായത് സോൾജിയർ പദവിയിലേക്കാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുന്നത്. ആദ്യമായാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സിലെ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് വനിതകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പുതിയ അവസരം തുറന്നു വരുന്നത്. വാട്ട് ഈസ് എ ടെറിട്ടോറിയൽ ആർമി? എന്താണ് ടെറിട്ടോറിയൽ ആർമി അഥവാ ടിയർ റാലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടിയർ റാലി അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ആർമിയുടെ മോട്ടോ എന്ന് പറയുന്നത് സിറ്റിസൺ സോൾജിയർ ഫോഴ്സ് എന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഇതൊരു സിവിലിയൻ ജോബ് ആണ്. അതോടൊപ്പം റോള് വരുന്നത് എമർജൻസി ടൈമിലും വാർ നടക്കുന്ന സമയത്തും ഡിസാസ്റ്റർ ടൈമിൽ, അതായത് ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ യുദ്ധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇന്ത്യൻ ആർമിയോടൊപ്പം ചേർന്ന് സഹായം നൽകുന്ന ആംഡ് ഫോഴ്സ് തന്നെയാണ് ടിയർ റാലി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കീ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ത്രീകൾക്കായിട്ട് ടിയർ റാലിയിൽ പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. The recruitment is starting as a small test project in a few specific units, mainly the Home and Hearth battalions in areas like Jammu and Kashmir and the North East. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ചില ഏരിയകളിലുമായിട്ട് പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഹോം ആൻഡ് ഹെർത്ത് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആണ് പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്റ്റിലേക്കാണ് ടിയർ റാലിയിലൂടെ പെൺകുട്ടികളെ ഇവർ സ്വാഗതം ചെയ്യുന്നത്. ഇനീഷ്യൽ ഫോക്കസ് ഓൺ H&H ബറ്റാലിയൻസ്. അപ്പൊ നമുക്ക് നോക്കാം ഈ പറഞ്ഞ യൂണിറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ദ റിക്രൂട്ട്മെന്റ് വിൽ ഇനീഷ്യലി ബി ലിമിറ്റഡ് ടു എ ഫ്യൂ ബറ്റാലിയൻ. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇതൊരു ടെസ്റ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ കുറച്ച് ബറ്റാലിയനിലേക്ക് മാത്രമാണ് റിക്രൂട്ട്മെന്റ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി ദ ഹോം ആൻഡ് ഹെർത്ത് ഇൻഫൻട്രി ബറ്റാലിയൻ, അതായത് ഹോം ആൻഡ് ഹെർത്ത് H&H ഇൻഫൻട്രി ബറ്റാലിയനിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. വിച്ച് ആർ മെയിൻലി റേസ്ഡ് ഫോർ സെക്യൂരിറ്റി ഡ്യൂട്ടീസ് ഇൻ റീജൻസ് ലൈക്ക് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിലേക്കും ജമ്മു ആൻഡ് കാശ്മീരിലേക്കും സെക്യൂരിറ്റി ഡ്യൂട്ടീസ് ആണ് ഈ ഒരു ബറ്റാലിയൻ വഴി നടപ്പിലാക്കുന്നത്. കറന്റ് സ്ട്രെങ്ത്. TA currently has a strength of approximately 50,000 personnel across its 65 units. 65 യൂണിറ്റുകളിലായിട്ട് ഏകദേശം 50,000-ൽ പരം സ്ട്രെങ്ത് ആണ് നിലവിൽ ടിഎക്ക് ഉള്ളത്. ടെറിട്ടോറിയൽ ആർമിക്ക് നിലവിൽ 50,000-ൽ പരം സ്ട്രെങ്ത് ആണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ വനിതകൾക്കും ടിയർ റാലിയിൽ പങ്കെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും, എന്തായിരിക്കും പ്രായപരിധി? അതായത് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള വനിതകളെയാണ് ടിയർ റാലിയിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ട് ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ടിഎയിലേക്ക് അവസരം ലഭിക്കുന്നത്. ട്രെയിനിങ് എങ്ങനെയായിരിക്കും പെൺകുട്ടികൾക്ക് ടിയർ റാലിയിലേക്കുള്ള ട്രെയിനിങ് നടക്കുക? വിമൻ വിൽ undergo the same training and serve under the same condition as male soldiers in the TA. അതായത് ടെറിട്ടോറിയൽ ആർമിയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്ന അതേപോലെയുള്ള ട്രെയിനിങ്, സെയിം ആയിട്ടുള്ള ട്രെയിനിങ് തന്നെ ആയിരിക്കും സ്ത്രീകൾക്കും ലഭിക്കുക. വിമൻ നൗ ഇൻ ദ ടെറിട്ടോറിയൽ ആർമി, അതായത് ഇപ്പോൾ സ്ത്രീകളെ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ചരിത്ര പ്രസിദ്ധമായ ഒരു മൂവ് തന്നെയാണ്. അതായത് ഇന്ന് വരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ടിയർ റാലിയിൽ പെൺകുട്ടികൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ടിയർ റാലിയിലേക്ക് പെൺകുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പം ട്രെയിനിങ്
ലഭിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന അതേ ട്രെയിനിങ് തന്നെ ആയിരിക്കും പെൺകുട്ടികൾക്കും ലഭിക്കാനായിട്ട് പോകുന്നത്. ഇക്വാളിറ്റി ഇൻ സർവീസ്. അപ്പൊ ടിയർ റാലിയിലും പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആർമി പുറത്തേക്ക് വിടുന്ന മോട്ടോ എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഇൻ സർവീസ്, അതായത് സർവീസിലും സമത്വം കൊണ്ടുവരിക. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദ ഡിസിഷൻ ഈസ് എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു വുമൻ, അതായത് സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും കൊടുക്കുക എന്നുള്ള ഫോക്കസ്, നാരി ശക്തി, വുമൻസ് പവർ എന്നുള്ള മോട്ടോ വെച്ചിട്ടാണ് ടിയർ റാലിയിലേക്ക് പെൺകുട്ടികളെ ക്ഷണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദ ടിഎ ഈസ് ഫോർ ഗെയിൻഫുള്ളി എംപ്ലോയ്ഡ് സിറ്റിസൺസ് ഹു വാണ്ട് ടു സെർവ് ദ നേഷൻ. അപ്പം രാജ്യം സേവിക്കുക എന്നുള്ള ആഗ്രഹവും സ്വപ്നവുമായി നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇനി മുതൽ ടിയർ റാലിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. ഒരു വലിയ മാറ്റം തന്നെയാണ് ടിയർ റാലിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ എല്ലാ പെൺകുട്ടികൾക്കും ഇത് വളരെ വലിയൊരു സന്തോഷ വാർത്തയായിരിക്കും. തീർച്ചയായിട്ടും ടിയർ റാലിയിൽ ഇനി മുതൽ പെൺകുട്ടികൾക്കും അവസരം ലഭിക്കുകയാണ്. പെൺകുട്ടികളുടെ ബിഗ് സല്യൂട്ട് കൂടി ഇനി ടിയർ റാലിയിലൂടെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആണ്. വീക്ക്ലി 6 ഡേയ്സും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ അഥവാ DPP ലഭിക്കുന്നതായിരിക്കും. റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിനും ഉള്ള അവസരങ്ങൾ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഇമ്പോർട്ടന്റ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ, രണ്ടാമത്തത് ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനൽ. ഈ 2 ചാനലും ഇതുവരെയും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 2 ചാനലും ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓഫീസ് നമ്പേഴ്സ് ആണ്. കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.